ഞാൻ ആദ്യമൊക്കെ ആ വീഡിയോസൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. പിന്നെ പിന്നെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് കാണാൻ പോലും തോന്നുന്നില്ല. ലൈഫിലെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ പോലും ആളെടുത്ത് വീഡിയോ ഇടുന്നുണ്ട്, കോണ്ടന്റ് ആക്കുന്നുണ്ട്. ഞാനും അങ്ങനെ ആയി പോവൂ എന്നുള്ളത്. ഇൻസ്റ്റ ഡിലീറ്റ് ചെയ്യാം, യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കളയാം, അങ്ങനെ ചിന്തിച്ചൊരു പോയിന്റ് വരെ ഉണ്ടാകും. എല്ലാം എനിക്ക് അങ്ങനെ തുറന്ന് കാണിക്കാൻ പറ്റില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ നാളായി ഞാനൊരു വ്ളോഗ് ഇട്ടിട്ട്. ഞാൻ കഴിഞ്ഞ മാസം എന്തോ ആണ് കൊച്ചിയിൽ പോയ ഒരു വ്ളോഗ് ഇട്ടത്. അതിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ എഡിറ്റ് പോലും ചെയ്തില്ല. എന്തുകൊണ്ടാണ് വീഡിയോസ് ഒന്നും റെഗുലർ ആയിട്ട് ഇടാത്തത് പണ്ടത്തെ പോലെ, അതൊക്കെ പറയാനായിട്ടാണ് ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഇന്ന് എന്തൊക്കെ സംസാരിക്കണം, എനിക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്, എൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്, അതൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എത്രത്തോളം മറ്റുള്ളവർക്ക് മനസ്സിലാവുമെന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ അതിനെപ്പറ്റി എന്തായാലും സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അതിൻ്റെ ഒരു താങ്ക് യു പറയുന്ന ഒരു വീഡിയോ പോലും ഞാൻ ഇട്ടില്ല. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തുടരെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാൻ ഇത്ര വേഗം എനിക്ക് 10K ആവുമെന്നൊന്നും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് 10K ആവാൻ ഇനിയും എന്തായാലും ഒരു 1-2 വർഷമെങ്കിലും എടുക്കുമെന്ന് വിചാരിച്ചിട്ട് സമയം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എങ്ങനെയോ പെട്ടെന്ന് തന്നെ 10K സബ്സ്ക്രൈബേഴ്സ് ആയി. ഒരു വർഷത്തിനുള്ളിൽ, ഞാൻ കഴിഞ്ഞ മാർച്ചിലാണ് ചാനൽ തുടങ്ങിയത്. ഇപ്പം എനിക്ക് 10K ആയിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എനിക്ക് ഈ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കയറാനുള്ള കാര്യം, ഓഫ് കോഴ്സ് എൻ്റെ ലൈവിൽ ഒരുപാട് പേര് വരുമായിരുന്നു, എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ പേരുണ്ട്. ലൈവിൽ വരുന്നവർക്കൊരു പ്രത്യേക താങ്ക്സ്. പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാം റെഗുലറായിട്ട് കാണുന്നവർക്കും പ്രത്യേക താങ്ക്സ്. അപ്പം എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. താങ്ക് യു സോ മച്ച് ഗൈസ്. ഭയങ്കര സന്തോഷം. ഞാൻ മുമ്പ് പറയുമായിരുന്നു, എൻ്റെ ഓഫീസിലും പുറത്തൊക്കെ വെച്ച് കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചെറുതായിട്ടൊക്കെ കളിയാക്കൂലേ, ഓ യൂട്യൂബർ, ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ നിരഞ്ജൻ്റെ അടുത്ത്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുമായിരുന്നു, എനിക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോഴേ ഞാൻ എന്നെ തന്നെ ഒരു യൂട്യൂബറായിട്ട് കണക്കാക്കുള്ളൂ എന്ന്. പക്ഷെ ഞാൻ കണക്കാക്കിയിട്ടില്ല ഇതുവരെ. എന്തോ എനിക്ക് എന്നെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് സമയമായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു, ഒരു യൂട്യൂബറായിട്ട് തന്നെ. അപ്പോൾ വീണ്ടും താങ്ക് യു എല്ലാവരോടും. 10K ഒരു ചെറിയ നമ്പർ അല്ല. ഈ വീഡിയോയുടെ മെയിൻ കണ്ടന്റ്, അല്ലെങ്കിൽ ഞാൻ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ എന്തുകൊണ്ട് ഇപ്പൊ വീഡിയോ ഇടുന്നില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് കഴിഞ്ഞ വർഷം അല്ല അതിന് മുന്നേ ഉള്ള വർഷം തന്നെ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ്. ചാനൽ തുടങ്ങണം. അപ്പൊ എൻ്റെ കയ്യിൽ ഫോൺ ഇല്ലായിരുന്നു, മനസ്സിൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആയാലും എനിക്ക് തുടങ്ങായിരുന്നു അവൻ. പക്ഷെ ഞാൻ ഇങ്ങനെ മടിച്ചു നിൽക്കുമായിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ വർഷം എനിക്ക് ഇഷ്ടമുള്ള ഒരു യൂട്യൂബർ, ഒരു ഫേമസ് യൂട്യൂബർ ഉണ്ട്. അപ്പോൾ അത് ആരാണെന്നൊന്നും ഞാൻ എന്തായാലും പറയുന്നില്ല. അപ്പോൾ ആളുടെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ മോട്ടിവേറ്റഡ് ആയി. ഞാനിങ്ങനെ ഇനി ലൈഫിൽ എവിടെ എത്തും, എന്താവും എന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്നപ്പോൾ ഇതെനിക്കൊരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ചാനൽ തുടങ്ങി. ആളുടെ വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കര മോട്ടിവേഷനൊക്കെ ആയിരുന്നു. ആ ഒരു പാറ്റേൺ ഒക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് എൻ്റെതായ പാറ്റേൺ കിട്ടി. പക്ഷെ ആദ്യം തുടങ്ങുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്ക് അറിയില്ലായിരിക്കുമല്ലോ, നമ്മൾ ബിഗിനർ ആയിരിക്കുമ്പോൾ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആള് വലിയൊരു ലൈഫിൽ വലിയൊരു അച്ചീവ്മെന്റ് ഉണ്ടായി. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി. വീഡിയോ ചെയ്യണം, ചാനൽ തുടങ്ങണം. അപ്പം എൻ്റെ കയ്യിൽ അപ്പോൾ ഫോൺ ഇല്ലെങ്കിലും നിരഞ്ജൻ്റെ ഫോൺ വെച്ച് ഞാൻ വീഡിയോസൊക്കെ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്തൊക്കെ തുടങ്ങി. അങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങി. ചെറിയ രീതിയിൽ എനിക്ക് ഗ്രോത്ത് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ മാസം എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം, കഴിഞ്ഞ മാസം മെയ് അല്ലല്ലോ, കഴിഞ്ഞതിന് മുമ്പിലത്തെ മാസം മെയ്യില് ഞാൻ എത്ര വ്ളോഗ് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ, ഞാനൊരു 2-3 ദിവസം കൂടുമ്പോൾ ഞാൻ വ്ളോഗ് ഇടുമായിരുന്നു. വ്ളോഗും ഷോർട്സും ഒക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടു. പിന്നെ എൻ്റെ യൂട്യൂബിൽ ഒരു റോൾ മോഡൽ ആ ഒരു യൂട്യൂബർ ആണല്ലോ, ആ ഒരു വ്യക്തിയാണല്ലോ. അപ്പം ഞാൻ ആളെ നോക്കിയപ്പം ആള് എല്ലാ കാര്യവും, ലൈഫിലെ ഈച്ച് ആൻഡ് എവറിത്തിങ് വീഡിയോ എടുത്തിടുന്നുണ്ട്, കോണ്ടന്റ് ആകുന്നുണ്ട്. അതായത് ആൾക്ക് വേറെ ലൈഫ് കാണുമായിരിക്കും, നമുക്കറിയില്ല അത്. ബട്ട് എന്നാലും ആളുടെ ലൈഫിനെ പറ്റി നമുക്ക് ഒരു ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് നടക്കുന്നത്, ഇവിടെ പോകുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, മറ്റതുണ്ട്, മറിച്ച് ഭയങ്കര ട്രാൻസ്പാരൻ്റ് ആവുന്നു. നമ്മുടെ ലൈഫിലെ പ്രൈവസി, അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് സ്പേസ് എന്ന് പറഞ്ഞൊരു കാര്യം ആൾക്ക് ലൈഫിലില്ല. എല്ലാത്തിനെയും കോണ്ടന്റ്, ഒബ്വിയസ്ലി ആൾക്ക് അതിന് ക്യാഷ് കിട്ടുന്നുണ്ട്, ഇല്ല എന്നല്ല. അപ്പം ഇത് കണ്ടപ്പം എനിക്കെന്തോ ഒരുമാതിരി തോന്നി തുടങ്ങി. ഞാൻ ആദ്യമൊക്കെ ആ വീഡിയോസൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. പിന്നെ പിന്നെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് കാണാൻ പോലും തോന്നുന്നില്ല. എല്ലാ കാര്യവും ഞാൻ അവിടെ പോയി, ഇവിടെ പോയി, ഇത് വാങ്ങി, ഇത് ചെയ്തു, ഇത് ലൈഫിലെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ പോലും ആളെടുത്ത് വീഡിയോ ഇടുന്നുണ്ട്, കോണ്ടന്റ് ആക്കുന്നുണ്ട്. അപ്പം എനിക്കിങ്ങനെ പേടിയായി, അയ്യോ എൻ്റെ ദൈവമേ,
എൻ്റെ ലൈഫ് ഇതുപോലെ ആയി പോവോ, ഞാനും ഇനി കോണ്ടന്റിന് വേണ്ടിയിട്ട് എല്ലായിടത്തും ഇങ്ങനെ എനിക്ക് ഇടേണ്ടി വരുമോ എന്നൊക്കെ ആലോചിച്ച് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വട്ടായി. ആവശ്യമില്ലാതെ ആൻഷ്യസ് ആവുന്നതാണല്ലോ നമ്മുടെ പരിപാടി. അങ്ങനെ ഉണ്ടാവാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം എനിക്കിങ്ങനെ മെസ്സേജ് വരുന്നുണ്ട് ഗൈസ്, അതാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അവളുടെ വീട്ടിൽ ഞാൻ പോകുന്നത് കുറേ നാളത്തിന് ശേഷമാണ്, മേ ബി ലൈക്ക് 4 or 5 years ശേഷം, അതിൽ കൂടുതലായാലേ ഉള്ളൂ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, മഞ്ജുവിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ അറിയുന്നുണ്ടല്ലോ. അപ്പോൾ ആൻറ്റി പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്, അതായത് എൻ്റെ കൂട്ടുകാരിയുടെ അമ്മ. പക്ഷെ ഇതുപോലെ തന്നെ ബാക്കി എന്നെപ്പറ്റി അറിയില്ലാത്തവരുണ്ടല്ലോ, ഒട്ടും അറിയില്ലാത്തവർ എന്നെ പറ്റി എല്ലാം അറിയുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്കത് സ്ട്രൈക്കായി സത്യം പറഞ്ഞാൽ. ഓ, ഇങ്ങനെ എന്നെ പറ്റി അറിയുന്നു. ഞാൻ അത്ര വലിയ യൂട്യൂബർ ഒന്നും അല്ല, എൻ്റെ വീഡിയോസ് നമ്മൾ വളർന്നു വരുന്നേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ എനിക്കങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ആൻഷ്യസ് ആയി എന്ന് പറയാനോ, എനിക്കൊരു ക്വസ്റ്റ്യൻ മാർക്കായി. ഇനി എന്താണ് കോണ്ടന്റ്, ലൈഫ് സ്റ്റൈൽ യൂട്യൂബേഴ്സിൻ്റെ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെയും കോണ്ടന്റ് അവരുടെ ലൈഫാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി എനിക്ക് അങ്ങനെ പറ്റില്ല. എനിക്ക് എൻ്റെതായിട്ട് പ്രൈവറ്റ് സ്പേസ് ഉണ്ടാക്കി എടുക്കണം. എല്ലാവർക്കും അവരുടേതായ ഒരു പേഴ്സണൽ ലൈഫില്ലേ, എല്ലായിടത്തും കോണ്ടന്റ് ആക്കാൻ പറ്റില്ല. ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ആവശ്യമുള്ളത് മാത്രം കാണിക്കുന്നത്. പക്ഷെ ഞാൻ റോൾ മോഡൽ ആക്കിയ ഒരു പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ എല്ലാം എടുത്ത് കാണിക്കുന്നു. അതെൻ്റെ തെറ്റ് തന്നെയാണ്, അല്ല അങ്ങനെ ഞാൻ ചിന്തിക്കുന്നതും എൻ്റെ തെറ്റ് തന്നെയാണ്, നല്ല തെറ്റായിരിക്കും, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോ എടുക്കാൻ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. അപ്പോൾ ഞാൻ റോൾ മോഡലാക്കിയ ആള് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് ഒരുമാതിരി തോന്നി സത്യം പറഞ്ഞാൽ, ഞാനും അങ്ങനെ ആയി പോകും എന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു, ഇനി ഞാൻ കാണിക്കുന്നത് ഫിൽട്ടർ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും എൻ്റെ ലൈഫിൽ. എല്ലാം എനിക്ക് അങ്ങനെ തുറന്നെടുത്ത് കാണിക്കണ്ട. അപ്പം ഞാനിത് എനിക്ക് അടുപ്പമുള്ളവരോടൊക്കെ സംസാരിച്ചുമ്പോൾ, അതൊന്നും സാരമില്ല, നിനക്ക് ഒരു ഇൻകമൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ നീ അതൊക്കെ ഓക്കെ ആവുമായിരിക്കും, മേ ബി ഞാൻ ആവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ആ പുള്ളിക്കാരിയും ഇങ്ങനെ എല്ലായിടത്ത് കാണിക്കുന്നത്. ഇന്ന് ക്യാഷ് കിട്ടുന്നുണ്ട്, ഷീസ് ഹാപ്പി. എനിക്കതിൽ നിന്ന് ക്യാഷ് കിട്ടാത്തതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ, എനിക്കറിയില്ല. പക്ഷെ എൻ്റെ വീഡിയോസ് മുന്നേ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലുമൊക്കെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവളിനി ഏതാണ് ഇത്രയും ചെറിയ ചാനൽ വെച്ചിട്ടാണ് ഇത്രയും വലിയ ഡയലോഗൊക്കെ, പ്രൈവസി തേങ്ങ കൊല്ലെന്നൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനല്ല, ഏതൊരു ചെറിയ ആൾക്കും പ്രൈവസി എന്ന് പറഞ്ഞ കാര്യമുണ്ട്. നമ്മൾ പണ്ടൊരു വീഡിയോ കണ്ടിട്ടില്ലായിരുന്നു, പണ്ടല്ല, ഒരു വർഷം മുന്നേ ഏതോ ഒരു മൂവിയിൽ ഒരു ആന്റിയുടെ ഫോട്ടോ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ കേസ് കൊടുത്തു. അപ്പൊ ആൾക്കെതിരെ കുറെ പേര് തിരിഞ്ഞു. പക്ഷെ റൈറ്റ് ടു പ്രൈവസി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആളുടെ താല്പര്യമില്ലാതെ ആ ഒരു ഫോട്ടോ കാണിച്ചു എന്നുള്ളതിന് വേണ്ടി ആൾ എത്രയോ വർഷം പോരാടി, ഇപ്പൊ എത്രയോ കോമ്പൻസേഷൻ കിട്ടി എന്നുള്ളതൊക്കെ. പക്ഷെ അതിവിടെ പറയാൻ അത് ആപ്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തോ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, കാണുന്നവർക്കറിയാം ഞാൻ എല്ലാം എടുത്ത് കാണിക്കുന്നില്ല, എന്നാലും എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എൻ്റെ ലൈഫിനെ പറ്റിയിട്ട്. ഞാൻ ലൈഫ് സ്റ്റൈൽ കോണ്ടന്റ്സ് ആണ് ഞാൻ യൂട്യൂബിൽ ഇടുന്നെങ്കിൽ, ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ കുറച്ച് ബ്യൂട്ടി സാധനങ്ങളും ബ്യൂട്ടി വ്ളോഗ്സ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ട്രാവലിൻ്റെ അതൊക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു, ഇനി ഫിൽട്ടർ ചെയ്ത് മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്നുള്ളൂ. ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ചൂസ് ചെയ്ത് മാത്രമേ എൻ്റെ ലൈഫിനെ പറ്റി ഞാൻ എല്ലാവർക്കും കാണിക്കുന്നുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റയിൽ 3 അക്കൗണ്ട് ഉണ്ട്. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ കോണ്ടന്റ്സ് ഒക്കെ ഇടാനായിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്, അതിലൊരു 3K ഫോളോവേഴ്സ് ഒക്കെ, അങ്ങനെ അത്യാവശ്യം കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അതിൽ നിന്ന് കുറേ പേര് ഇങ്ങനെ ഡെയിലി റിമൂവ് ചെയ്ത് അപ്പോൾ ഇനി കുറച്ചുകൂടെ പ്രൈവറ്റ് ആവണമെന്ന് എനിക്ക് തോന്നി. പുറത്ത് മഴയാണ് ഗൈസ്, എൻ്റെ സൗണ്ട് ഇതിലൂടെ കേൾക്കുമെന്നറിയില്ല, എന്നാലും നമുക്ക് പറയാം. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇനി മുതൽ ഞാൻ ഫിൽട്ടർ ചെയ്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ആ ഒരു ചിന്തയിലാണ് ഞാനൊരു 1 മാസമായിട്ട് ഞാനിപ്പോൾ വീഡിയോ ഒന്നും ഇടുന്നില്ല. കാരണം എനിക്ക് അറിയില്ല എന്തൊക്കെയാണ്, അതിനെപ്പറ്റി ഞാൻ ഫിഗർ ഔട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ, എന്തൊക്കെ കാണിക്കണം എന്തൊക്കെ കാണിക്കണ്ട എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഫിഗർ ഔട്ട് ചെയ്ത് ഞാൻ വിചാരിച്ചു, ഇനി ആളുകൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി ഒന്നും കാണിക്കണ്ടെന്നല്ല, എനിക്ക് ആവശ്യമുള്ള കുറച്ച് ഗുഡ് മൊമെന്റ്സ്, അങ്ങനെ കാര്യങ്ങൾ എല്ലാം എടുത്ത് കോണ്ടന്റ് ആക്കണമെന്ന് ഞാൻ ഇനി വിചാരിക്കുന്നില്ല. കുറച്ച് ചൂസി ആവാന്ന് വിചാരിച്ചു. എൻ്റെ കോണ്ടന്റ്, ലൈഫ് സ്റ്റൈൽ കോണ്ടന്റ് എല്ലാം കാണിക്കണ്ട, കുറച്ച് നല്ല കാര്യങ്ങളും ട്രാവലും അതൊക്കെ മാത്രം ഞാൻ ഇനി കാണിക്കാമെന്ന് വിചാരിച്ചു. അതാണ് എൻ്റെ തീരുമാനം. എനിക്ക് 1 മാസം എടുത്തു ആ ഒരു തീരുമാനത്തിൽ എത്താനായിട്ടും. ഇപ്പൊ ഞാൻ 24 years അല്ലേ, അപ്പൊ അതിൻ്റെതായ പ്രൊഫഷണൽ ലൈഫിലായാലും ഈ ഒരു കാര്യത്തിലായിരിക്കും എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡ് ആണ് കുറെ കാര്യത്തിൽ. അതെല്ലാം ഫിഗർ ഔട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ, റഷൊന്നുമില്ല, പതിയെ തന്നെ. ഇപ്പൊ എങ്ങാനും ഞാൻ വളർന്ന് പന്തലിച്ച് ഒരു 100Kയോ 1 million ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആയാൽ ഇപ്പൊ ഈ ചെറിയ ചാനൽ വെച്ച് എൻ്റെ കാര്യങ്ങൾ കുറെ പേര് അറിയുന്നുണ്ട്. അപ്പം
വലുതായി കഴിയുമ്പോൾ എല്ലാവരും അറിയില്ലെന്ന് ആലോചിച്ച് ഞാൻ ഭയങ്കര പേടിച്ചത്. അതിന്റെ ആവശ്യമുണ്ടോന്ന് അറിയില്ല, പക്ഷെ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ആ സമയത്ത് ഞാൻ വിചാരിച്ചു എന്റെ ഇൻസ്റ്റ ഡിലീറ്റ് ചെയ്യാം, യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കളയാം, അങ്ങനെ ചിന്തിച്ച ഒരു പോയിന്റ് വരെ ഉണ്ടായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, എവിടെയെങ്കിലും ലൈഫിൽ എത്തണം എന്നൊരു എയിമോട് കൂടെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയെങ്കിൽ പോലും ഇനി ഇത് വേണ്ട, വേറെ ഒത്തിരി വഴിയുണ്ട്, അങ്ങനെ നമുക്ക് അതിലൂടെ നമുക്ക് എന്താണ് ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും എത്താന്നൊക്കെ ഞാൻ വരെ ചിന്തിച്ചതാണ്. അപ്പൊ എന്റെ ഇഷ്ടമുള്ളവരും കുറെ പേര്, എന്റെ ക്ലോസ് ഫ്രണ്ട്സും നിരഞ്ജനായാലും എല്ലാവരും പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, ഇപ്പൊ ഇത്ര കഷ്ടപ്പെട്ടാണ് ഈ ചാനൽ ഇത്ര ഇവിടെ എത്തിച്ചത്, അതുകൊണ്ട് വീഡിയോസ് ഇടുക. ഞാൻ വെച്ച് ഇടാം, എന്തൊക്കെ കാണിക്കണം, എന്തൊക്കെ വീഡിയോസ് ഇടണം വേണ്ടെന്നുള്ള നമ്മുടെ ഡിസിഷൻ അല്ലേ. നമ്മൾ തന്നെ എല്ലായിടത്തും കാണിച്ചിട്ട് അതിനെപ്പറ്റി നമ്മൾ തന്നെ സംസാരിച്ചിട്ട് എന്ത് കാര്യം? ഓഡിയൻസ് ആരും വന്ന് പറയുന്നില്ലല്ലോ അതിട് അല്ലെങ്കിൽ ഇതിട് എന്നൊക്കെ പറഞ്ഞാലും അത് ഇടണോ വേണ്ടേ, എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ള നമ്മുടെ ഡിസിഷനാണ്, നമ്മുടെ ചാനലാണ്. അങ്ങനെ ഞാൻ മെച്യൂർ ആയിട്ടൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അറ്റ് ലാസ്റ്റ്. എന്നെ ഇപ്പം എനിക്കറിയാം, ഇത് എന്നെ അറിയില്ലാത്തവർ കാണുന്നുണ്ടെങ്കിൽ കോമഡിയാണ്, ഇവൾ ഏതാണെന്നൊക്കെ തന്നെ ആയിരിക്കും ഒബ്വിയസ്ലി നിങ്ങൾ ചിന്തിക്കുന്നത്. ചിന്തിക്കുന്നതിലും തെറ്റില്ല, പക്ഷെ ദിസ് ഇസ് വാട്ട് ഐ ഫീൽ. അതുകൊണ്ട് ഞാൻ അത് ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ എയിം എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്നെ പോലെ ഇങ്ങനെ തോന്നുന്ന കുറച്ച് കൊച്ചു കൊച്ചു യൂട്യൂബേഴ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അതോ ഇത് എന്റെ മാത്രം പ്രശ്നമാണോ, ഞാൻ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് എടുത്തേണ്ട പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇനി ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്, ഇനി ഒരു ഫിൽട്ടർ വേണം, എല്ലാ കാര്യങ്ങളും എടുത്ത് കാണിക്കണ്ടേ കോണ്ടന്റ് എന്റെ യൂട്യൂബ് ചാനലിലൂടെ എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ നടന്നാൽ മതിയായിരുന്നു. പക്ഷെ ഈ മാസം മുതൽ ഞാൻ എന്തായാലും പണ്ടത്തെ പോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങും, ഷോർട്സ് ഇട്ട് തുടങ്ങും. വീഡിയോസും ഷോർട്സ് ഒന്നാണല്ലോ, വീഡിയോസ് എല്ലാം ഇട്ട് തുടങ്ങണമെന്നാണ് ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം അതുപോലെ നടന്നാൽ മതിയായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. എന്നെ പോലെ ഇതുപോലെ ഫീൽ ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അത് പിന്നെ ഈ കൺഫ്യൂഷൻസോ ഇതൊക്കെ ഉള്ളോ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റിൽ പറയുക. അപ്പൊ എനിക്കും കൂടെ റിലേറ്റ് ചെയ്യാമല്ലോ, എന്റെ മാത്രം പ്രശ്നമല്ല ഇതെന്നുള്ളത്. അപ്പൊ അത്രേ ഉള്ളൂ. വൺസ് അഗൈൻ എല്ലാവർക്കും താങ്ക് യു. 10K ചെറിയ കാര്യമല്ല 10K എന്ന് പറഞ്ഞാല്. എന്റെ ഇൻസ്റ്റ ഇത്രയും നാളായിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ഇടുന്നില്ല, എന്നാലും ചെറിയൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു എനിക്ക്, അതിൽ പോലും 10K ആയിട്ടില്ല. പക്ഷെ ഞാൻ ഈ ഒന്നര വർഷം മുന്നേ തുടങ്ങി എന്റെ ചാനൽ 10K ഇത്ര വേഗമായിട്ടുണ്ട്. ഇറ്റ്സ് മീൻസ് യു പീപ്പിൾ ലൈക്ക് മീ അല്ലേ, എന്നെ ഇഷ്ടമാണെന്നല്ലേ എന്റെ മീനിങ്. അയ്യോ അത്രേ ഉള്ളു ഗൈസ്. അപ്പോ ഈ മാസം മുതൽ ഞാൻ എന്തായാലും വീഡിയോസ് ഇട്ട് തുടങ്ങും, നല്ല നല്ല വീഡിയോസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോസ്. എന്റെ ലൈഫിനെ പറ്റി ഒന്നുമേ ഞാൻ കാണിക്കുന്നില്ല എന്നല്ല, എന്തായാലും ഞാൻ എന്റെ എല്ലാ കാര്യമില്ല, അഫ്കോഴ്സ് ഞാനൊരു ലൈഫ് സ്റ്റൈൽ യൂട്യൂബർ ആണല്ലോ, അപ്പൊ ഞാൻ എന്തായാലും വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പൊ അത്രേ ഉള്ളു ഗൈസ്. ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. 100K അല്ല 50K 100K 1 മില്യൺ ഒക്കെ ആവണമെന്നൊക്കെയാണ് എന്റെ ആഗ്രഹം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.